അസ്സലാമലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ടൗൺ ഏരിയയിലപ്പം നിൽക്കുന്നത്. ടൗൺ ഏരിയയിൽ നിന്ന് 2.5 കിലോമീറ്റർ വന്നാൽ അതിമനോഹരമായ 18 സെന്റ് സ്ഥലം, നല്ലൊരു വീട് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ട് വീടിന്റെ അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ബസ് റൂട്ട് റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള ദൂരം. ഇതിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗങ്ങൾ കണ്ടോളി, നല്ല വിശാലമായ നല്ല കൃഷികളും അതേമാതിരി മാവ്, നമുക്ക് ഇതിമ്മ തന്നെ കയ്യോടെ നമുക്ക് മാങ്ങ പറിക്കാനുള്ള രൂപത്തിൽ നല്ല ഇതുണ്ട്. പിന്നെ തെങ്ങ്, പിന്നെ അതേമാതിരി എല്ലാം ഉണ്ട്. പേരക്ക ഉണ്ട്, പിന്നെ അതേമാതിരി എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു വീടിൻ്റെ ഒരു 18 സെന്റ് സ്ഥലമുണ്ട്. ഒരു വീടെടുക്കുമ്പോൾ സെന്റ് സ്ഥലം കൂടുതലുള്ള ആളുകൾ എല്ലാം നോക്കുന്ന ആളുകളുണ്ടാവും, കൂടുതൽ സ്ഥലങ്ങളുള്ളത്. അത് നല്ല അടിപൊളി സ്ഥലമാണ്. അമ്പലം, പള്ളി, ചർച്ച് ഒക്കെ തൊട്ടടുത്ത്. ഇതിൻ്റെ വലത്തു ഭാഗത്തിൻ്റെ സ്പേസ് നിങ്ങൾക്ക് കാണാം. നല്ല സൗകര്യത്തിൽ നല്ല വലത്തു ഭാഗത്തിൻ്റെ മരങ്ങളൊക്കെ നല്ല മാവുകളൊക്കെ നല്ല അടിപൊളി. നമുക്ക് ഇതിലേറ്റവും കൂടുതൽ മാവുകളാണ് കൂടുതൽ. പിന്നെ അതേമാതിരി തെങ്ങുകളുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഫ്രണ്ട് ഭാഗത്താണ് ഇതിൻ്റെ കാർ പോർച്ച് ഉള്ളത്. നല്ല ഫ്ലവർ കൊണ്ട് നോക്കി നല്ല ചെടികളൊക്കെ ഇതൊക്കെ നല്ല സെറ്റിലാണ്. വീടിൻ്റെ തൂണുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മളെ കാർ പോർച്ച് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ ഫ്രണ്ട് ഭാഗത്ത് നല്ല സൗകര്യങ്ങൾ, തൂണിലെല്ലാം മോഡൽ വരുന്നത്. പിന്നെ മാർബോണായിട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി, കൂടുതൽ നമ്മൾക്ക് അടി തുടക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നല്ല വൃത്തിയുള്ള ഒരു മോഡൽ വരുന്ന ഒരു ടൈലും കൂടിയാണ് ഇതുള്ളത്. ചുമരിൻ്റെ സൈഡ് ഭാഗത്തെ ഡിസൈൻ മോഡലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വീട് കാണുമ്പോൾ നല്ലൊരു മോഡൽ ഉണ്ടോ എന്നൊക്കെ ആൾക്കാരെ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ നോക്കുക. കാരണം അതിന് നല്ല സൗകര്യത്തിലടങ്ങിയ നല്ല ഇതിൻ്റെ പ്രത്യേകത, നല്ല തേക്കിലൂടെ നിലമ്പൂർ കാതിലുള്ള തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഉള്ള തടികൾ കൊണ്ടാണ് ജനാലുകളും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗത്തൊക്കെ ഡിസൈൻ മോഡൽ കൊടുത്ത്, അതും ടൗൺ ഏരിയയിലാട്ടോ. വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. എല്ലാം കൊണ്ട് നല്ല സൗകര്യത്തിൽ 18 സെന്റ് 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് കയറുന്നത്. ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ലിവിൻ ഹാളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ വലുപ്പം ഒക്കെ നോക്കിയാൽ സ്പേസ് കൂടുതൽ നല്ല സൗകര്യമുണ്ട്. നല്ല വലുപ്പത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എത്ര ആളുകൾ വന്ന് നിന്നാലും ഒന്ന് മാറി നിൽക്കുക എന്നൊരു പറയുന്നൊരവസ്ഥ വരുന്നില്ല. നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ ഹാൾ വരുന്നത്. നേരെ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്തു ഭാഗത്താണ് നമുക്ക് കോമൺ ബാത്റൂമിൻ്റെ സൗകര്യങ്ങളും നമുക്ക് മുഖം നോക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നല്ല ഒരു ഹാഫ് വരെ ഇതിൻ്റെ ടൈലും കാര്യങ്ങളിട്ട് നല്ല കൂടുതൽ പഴക്കം എന്ന് പറഞ്ഞാൽ നല്ല കുറ്റിയുറപ്പാണ് വീട് നല്ല സൗകര്യമുണ്ട്. ഇടത്ത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂമൊക്കെ കാണിച്ചു തരാം. നല്ല ഇതാണ്, അത്യാവശ്യം നല്ല സൗകര്യം. എല്ലാം ഒരേ മോഡലാണ്. ഇതിൻ്റെ അടിഭാഗത്തെ മാർബോണേറ്റ് ഇട്ടിട്ടുള്ള മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ സെൻറ്റർ ഭാഗത്ത് ഒരു ഡിസൈൻ മോഡൽ സീലിംഗ് ചെയ്തിട്ട് നല്ലൊരു കാണാൻ തന്നെ ഒരു വെറൈറ്റിയിലാണ് വീടിൻ്റെ അലങ്കാരം തന്നെ. അതാണ് ഏറ്റവും കൂടുതലുള്ള സൗകര്യം. ഒരു 6 ഒക്കെ കട്ടിലിട്ട് കഴിഞ്ഞാൽ സൗകര്യങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ മുഖത്തിന് ഡിസൈൻ മോഡലുകളും എല്ലാം സൗകര്യത്തിലടങ്ങി നല്ലൊരു വീടാണ്. രണ്ടാമത്തെ റൂം മുഖമായിട്ടാണ് റൂം കിടക്കുന്നത് കണ്ടോ. നമ്മൾ രണ്ടും കോമൺ ബാത്റൂമിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് രണ്ടാമത്തെ റൂം. നല്ല സൗകര്യം കണ്ടോ, സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട്. റൂമിൻ്റെ വലുപ്പം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നല്ല സൗകര്യമുണ്ട്. അത് നിങ്ങൾക്ക് ആകെ എടക്കര ടൗണിൽ നിന്ന് ആകെ 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീടപ്പം നിങ്ങൾക്ക് കാണിച്ചത്. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. നിങ്ങളെല്ലാ വീഡിയോ ഭാഗങ്ങൾ കാണണം. ഇനി 3ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. 3ാമത്തെ റൂമിൻ്റെ ഇടയിലാക്കി നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക്. മുകൾ ഭാഗത്ത് വരെ ഫുൾ സീറ്റ് ഇട്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് മുകളിലേക്ക് വാർക്കണമെങ്കിൽ വാർക്കാം. അതിൻ്റെ രൂപത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ 3ാമത്തെ റൂം ഒന്നിനൊന്നെന്ന് പറയാൻ നമ്മൾ. അതാണ് റൂമിൻ്റെ സ്പേസും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളി. കയറി വരുമ്പോൾ തന്നെ കളറിലൂടെ നല്ല ഡിസൈൻ മോഡൽ ഓറഞ്ച് കളറിലൂടെയാണ് വീടിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അടിഭാഗത്തും ഒക്കെ ഒരേ മോഡലാണ് വരുന്നത്. വീട് നല്ല കുറ്റിയുറപ്പാണ്. ഇപ്പം നമ്മളത്തെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. പുതിയ വീടിൻ്റെ കാട്ടിൽ ഏറ്റവും നല്ല കുറ്റിയുറപ്പുള്ളത് ഈ വീടിനാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇവർ ഉപയോഗിക്കണില്ല. ഇതിൽ നമുക്കൊരു ബാത്റൂം 2 ഒരു കോമൺ ബാത്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇതിലിപ്പോൾ പഠിക്കാനുള്ള സൗകര്യത്തിന് മോൾക്ക് പഠിക്കാനുള്ളതിനൊക്കെ ഒരു ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളും അതിലൊക്കെ പറ്റിയൊരു ഒതുങ്ങിയ ഒരു റൂമും കൂടിയാണ്. നമ്മൾക്കൊരു ബാത്റൂമും ആണെങ്കിൽ ആക്കാം. നേരെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും, പിന്നെ അതേമാതിരി TV വെക്കാനുള്ള റാക്കുകൾ. അതൊരു മോഡൽ തന്നെയുണ്ട്. വെറൈറ്റിയിൽ നല്ല ഫുള്ള് വാർത്ത് നല്ല സെറ്റിലാണ്. നമുക്ക് ഹോം തിയേറ്ററും സാധനങ്ങളും ലൈറ്റുകളും എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും. നേരെ ഞാൻ കിച്ചണിലേക്കാണ്, അടുക്കളയിലേക്ക് വന്നപ്പോൾ വിശാലത
അതാണ് നോക്കി നല്ല സൗകര്യത്തിൽ അടുക്കളയിൽ വന്നപ്പോൾ നേരെ മുകൾ അതിലെ ചിമ്മിനി, പിന്നെ നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യം എല്ലാം തൊട്ട് നോക്കി, എല്ലാ ടിന്നുകൾ വെക്കാനുള്ള റാക്കുകളൊക്കെ നമുക്ക് റാക്ക് മോഡൽ അടിക്കണമെങ്കിലൊക്കെ ഇതിന് മുകളിൽ സ്ലാവ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ വന്നപ്പോൾ ടൈലിൻ്റെ ഡിസൈൻ മാറി, കണ്ടോ മോഡൽ നല്ല ഡിസൈനിലാണ്. പിന്നെ നമുക്ക് സ്റ്റോർ റൂം, നമുക്ക് മേൽക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കിൻ്റെ അടിഭാഗത്താണ് സ്റ്റോർ റൂം ഉള്ളത്. ഇത് നിങ്ങൾക്ക് കണ്ട് ലൈറ്റ് നല്ല സെറ്റിൽ നോക്കി ഉള്ള നമുക്ക് ഫുള്ള് സ്ലാവ് വാർത്ത് അടിപൊളി സെറ്റിലാണ്. ഇതിൻ്റെ നമുക്ക് ടിന്നി അരികളൊക്കെ എടുത്ത് വെക്കാനും സൗകര്യം, നല്ല സൗകര്യം കേട്ടോ. വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്, അങ്ങാടി ടൗൺ ഏരിയയിലാണ്. അതും വീടുകൾ അത്യാവശ്യം താമസിക്കുന്ന ഏരിയയും കൂടിയാണ്. ഞാൻ പുറത്ത് കാഴ്ച നിങ്ങൾക്ക് ഒന്ന് കാണാം. അടുക്കളൻ്റെ പുറത്ത് ഭാഗത്ത് വർക്കരിക്ക് പകരം ഞങ്ങളുണ്ടാവും. പുറത്ത് ഭാഗത്ത് നമുക്ക് അടുപ്പും കാര്യങ്ങളും, ഒരു ഓണം അതേമാതിരി പെരുന്നാൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് കാറ്റിലൂടെ നല്ല ചൂടൊക്കെ, ഇപ്പോഴത്തെ കഴിഞ്ഞ് വരുന്ന ചൂടാണ്, ചൂടത്തൊന്നും ഉപയോഗിക്കാതെ നമുക്ക് പുറത്ത് മരത്തിൻ്റെ തണലിൻ്റെ അടിയിൽ ഭാഗത്താണ് നോക്കി നിങ്ങൾ, നല്ല മാവിൻ്റെ നേരെ താഴ്ഭാഗത്താണ് നമ്മൾക്ക് അടുപ്പുണ്ടാക്കിയിട്ട് നല്ല തണുപ്പാട്ടോ, നല്ല സുഖമുണ്ട്. അതേമാതിരി വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കയറി വരുമ്പോൾ വീടിൻ്റെ വലത്ത് ഭാഗത്താണ് ബാക്ക് ഭാഗത്ത് നല്ല വെള്ളം സൗകര്യം. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. വെള്ളമില്ലെങ്കിൽ എന്തൊക്കെ വീടിൻ്റെ അവസ്ഥ അല്ലേ. ഓരോ ആളുകൾ വെള്ളത്തിന് പകരം ഓരോ കടയിൽ പോയിട്ട് അല്ലെ വണ്ടിയിൽ വന്നിക്കാണ്ട് ക്യൂ നിന്നിക്കാണ്ട് വെള്ളം മേടിക്കുന്ന എത്ര വീട്ടുകാരുണ്ട് നോക്കി നിങ്ങൾ. വെള്ളം നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളും അതേമാതിരി പുറത്തുള്ള പൈപ്പ് കാര്യങ്ങളും, പിന്നെ നമുക്ക് വിറക് വെക്കാനുള്ള പൂച്ച പൂച്ചല്ലാത്ത വീടുകളില്ല. അപ്പോൾ നോക്കാം, ബാക്ക് ഭാഗത്ത് നല്ല വിറക് വെക്കാനുള്ള സൗകര്യങ്ങളും ഇതാക്കുന്ന തൊട്ടുപുറത്തുണ്ട്. ബാക്കിലൊക്കെ എല്ലാ ഭാഗത്തും ചുമര് തേച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ അടുക്കളൻ്റെ പുറം ഭാഗത്ത് ഒരു ബാത്റൂം, മുകൾ ഭാഗം വരെ ടൈലിട്ട് നമുക്ക് അത്യാവശ്യം ബാത്റൂം പോകാൻ കുളിക്കാനുള്ള സൗകര്യങ്ങളും പുറത്ത് നമുക്ക് കണ്ടില്ലേ. വലത്ത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പേസ് കാര്യങ്ങളുള്ളത്. നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇതിലേക്ക് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. കരഭൂമിയാണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല. 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 3 റൂം, നല്ല നീളം വലുപ്പമുള്ള ആള്. ഈ വീടിന് 1300 സ്ക്വയർ ഫീറ്റ്, 18 സെൻറ്റ് സ്ഥലമാണ്. തെങ്ങും കവുങ്ങും എല്ലാ സൗകര്യമുണ്ട്, എല്ലാ ഏരിയ ആണ്. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടമല്ലേ, ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് അത് വില മുറിക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ.